അപ്പോൾ നമ്മൾ ഉച്ചകാലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല കയറ്റം തന്നെയാണ് കയറി വരണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്ക് 2 ചേട്ടന്മാർ ബൽഗാവിക്ക് പോകണം. ഇവിടുന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. അതാണ്ട് ഫുള്ള് ഇതേപോലെ മല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലത്തെ 15 കിലോമീറ്ററിന് ഇല്ലാണ്ടായിട്ട് വന്നേ. അപ്പോഴാണ് നമ്മൾ ഇവരെ കണ്ടേ. അപ്പോൾ അവരെ വണ്ടിയിൽ അവർ രണ്ടാളും സഹായിച്ചിട്ട് വണ്ടിയിൽ സാധനം കയറ്റി നമുക്ക് അവരെ പരിചയപ്പെടാം. ബ്രോ, വാട്ട് ഈസ് യുവർ നെയിം? Mallikarjun. Mallikarjun. Kumbar. Mallikarjun? Mallikarjun Kumbar. Kumbar. ഓക്കെ. അപ്പോൾ പിക്കപ്പ് ഡ്രൈവർ വണ്ടി All gadi, all vehicle. ഓക്കെ. അപ്പോൾ ആൾ സ്വന്തം വണ്ടിയാണ്. ആൾ ബൽഗാവിക്ക് പോകണം. അപ്പോൾ വളരെ സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്? Friend. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാക്കി കയറി കാണാം. ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഷമിച്ചു ഞാൻ. കാരണം ഞാൻ അത്രയും എന്താ പറയുക സൈക്കിൾ തള്ളിയില്ലാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലും വരും. നമുക്ക് മൂകാംബി പോയപ്പോൾ അവിടെ നമ്മളെ അമ്പാടിക്കുട്ടൻ ടീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വേലിയാട്ടം വന്നു. ഇപ്പോൾ ഈ ചേട്ടന്മാരും കണ്ടു. വണ്ടിയോട് സെറ്റാക്കി നിർത്തിക്കുന്നത് നല്ല ഉറക്കത്തിലാണ്. എന്നിട്ടാ വ്യൂ എന്നറിയാം, അടിപൊളി വ്യൂ. നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടപ്പോൾ കയറി നമ്മൾ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കയറ്റം കയറി വണ്ടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടിയെന്ന് വെച്ചാൽ ഉച്ചക്കലത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ആ ചാരായി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് മരണ വഴിക്കാണ് ഈ വണ്ടി കിട്ടിയത്. ഒരു കിലോമീറ്റർ ഭൂമിക്ക് വണ്ടി കിട്ടി. സത്യം പറഞ്ഞ് ഇവിടെ നിന്നൊരു എന്താ പറയുക അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ നമ്മൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കണ്ട. അവർക്ക് ഡ്രൈവർമാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാം. ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്ററോളം ഫോറസ്റ്റ് ഏരിയയാണ്. ഗോവ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ കർണാടക ഫോറസ്റ്റ്. എനിക്ക് വയ്യ, ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഈ കാട്ടിക്കൂടെ വരാണെന്നുണ്ടെങ്കിൽ ശരിക്കും വല്ല കാട്ടിലും പെട്ട് മഴയത്ത് കുടുങ്ങി ആകെ പെട്ടെന്ന്. ഇപ്പം തന്നെ ഒരു 10 കിലോമീറ്ററോളം വന്നപ്പോൾ പോലും ആ 10 കിലോമീറ്റർ ഞാൻ തന്നെ ഇന്നും എത്തും കൂടി ഉണ്ടാവില്ല. ഇവിടെ എത്തും കൂടി ഉണ്ടാവില്ല. നമ്മൾ സഹായിച്ച ഈ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ ചേട്ടന്മാരാണ്. ഇവർ ഫുൾ സപ്പോർട്ട് ചെയ്തു. ഇവരെ വണ്ടി കണ്ടോ, വണ്ടി നല്ല വെറൈറ്റി വണ്ടിയാണ് കേട്ടോ. അവർ നല്ല സപ്പോർട്ട് ചെയ്തു. നമുക്ക് എന്താ പറയുക, എനിക്ക് ഭക്ഷണം വേണമെന്ന് വെച്ചാൽ ചിക്കനും ചോറ് വേണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മളവിടെ കഴിച്ചു വന്നല്ലേ, നമ്മൾ പിന്നെയും കഴിക്കേണ്ട ആവശ്യമില്ലോ. അങ്ങനെ ഞാൻ സമൂസ മാത്രം വാങ്ങി. എന്നിട്ട് വണ്ടി സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സെറ്റപ്പ് ഇല്ല കേട്ടോ. അവർ പിക്കപ്പ് കാണിച്ചിട്ട് നോക്കിയാൽ എന്താ സെറ്റപ്പ്. വെല്ല വെയിറ്റിംഗ്, വെല്ല വിളിക്കുമ്പോഴേക്കും ഓടി വരണണ്ട. വെല്ലയ്ക്ക് ആകെ അതിശയായി വണ്ടി ഉള്ളിൽ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ഫുൾ സെറ്റപ്പാണ്. എന്തായാലും നമ്മൾ ദൈവം സഹായിച്ചു. ഇനി ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ യാത്രയുണ്ട്. ഗോവ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കർണാടക ഫോറസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബൽഗാവിക്ക് എത്തിയ വഴിക്ക് നമ്മൾ പോവാട്ടോ. കണ്ടാ ഫുള്ള് മഴ ഇടിവെട്ടും ഗംഭീരമായ സംഭവം നടക്കാൻ പോകണം. അതിന് നമ്മൾ രക്ഷപ്പെട്ടു പോയി. എന്തായാലും ഈ വണ്ടിയുടെ ചേട്ടന്മാരോടും നമുക്ക് 1000 നന്ദി. കാരണം ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്ന് പറയാം.